എന്താ പറ്റിയേ? പറ്റിയതിന്റെ കാരണം നീയാ. ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചുകൊണ്ടാ റോഡ് ക്രോസ് ചെയ്തേ. ഇടിച്ച വണ്ടി ഏതാണ്? അവരോട് പോയിക്കൊള്ളാൻ പറഞ്ഞു. എന്റെ മിസ്റ്റേക്ക് അല്ലേ? ഇത് വെറും ഒരു ആക്സിഡന്റ് അല്ല, നിന്നെ ആരോ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ആ ബെസ്റ്റ്. ഈ ഒരു നിസ്സാര ആക്സിഡന്റിന് നീ നിന്റെ CID പണി തുടങ്ങല്ലേ. ആൻഡ്രിയ, നിനക്ക് ആരെങ്കിലും ശത്രുക്കളുണ്ടോ? ഉണ്ട്. ആരാ? നീ അല്ലാതെ ആൻഡ്രിയ, തമാശയല്ല. ഒന്ന് ഓർത്ത് നോക്കിയേ, നിന്റെ സ്കൂൾ, കോളേജ്, ഓർഫനേജിൽ ആരെങ്കിലും ശത്രുക്കളായിട്ട്? അതെ അർജുൻ, പ്രേം ഇങ്ങനെ അസ്ഥിക്ക് പിടിച്ചാൽ അതും പ്രശ്നമാണേ. എടോ, അതിലൊക്കെ ചില കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാ ചോദിക്കുന്നത്. ഇനി നീ ഒറ്റയ്ക്ക് എങ്ങോട്ട് പോകണ്ട. എവിടെയെങ്കിലും പോകണമെങ്കിൽ ഞാൻ കൂടെ വന്നോളാം. ഓക്കെ. വേടാ. സാർ ഇതുവരെ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും വഴി ഒന്ന് ട്രേസ് ഔട്ട് ചെയ്തൂടെ പ്ലീസ്? നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? മരണം മുന്നിൽ വന്ന് കളിക്കുമ്പോൾ അവളുടെ ഒരു എടാ, നീ ഇവിടെ തന്നെ ഉണ്ടാവണം. പിന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ആൻഡ്രിയ അറിയണ്ട. മൊത്തം കയ്യിൽ നിന്ന് പോവാണല്ലോ. ഹലോ, വിഷ്ണുയുടെ ആന്റണിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ അയച്ചിട്ടുണ്ട്. ഈ നമ്പറിൽ 3 ദിവസത്തെ ഫുൾ കോൾ റെക്കോർഡ്സ് എനിക്ക് വേണം, എസ്പെഷ്യലി ലേഡീസിന്റെ നമ്പർ. പെട്ടെന്നായിക്കോട്ടെ. ഓക്കെ ഓക്കെ, ശരി, വെച്ചോ. This is for you, my sweetheart. ഇതെന്താ സെയിം പ്രസന്റ് വീണ്ടും? ഈ പ്രസന്റ് ഞാൻ നിനക്ക് മുമ്പ് തന്നിരുന്നോ? പിന്നെ ലാസ്റ്റ് ഇയർ. തരും, ഞാൻ തരും, എല്ലാ വർഷവും തരും. നമ്മളെ കണ്ണിന്റെ ഓർമ്മയ്ക്ക്. അതാണ് എന്റെ സ്നേഹം. ഫോൺ ഓഫാ. എന്റെ ഫോൺ എടുക്ക്, പിടിക്ക്. നാ. ഹലോ ലളിത, യെസ്. ആ ഫോണൊന്നും ആന്റണിക്ക് കൊടുത്തേ. ഏത് ആന്റണി? നിന്റെ കൂടെ കിടക്കുന്ന ആന്റണി. കൊടുക്കടേ. ഹലോ ഹലോ ആന്റണി സാർ. ആരാ നീ? ഈ ഫോണിലേക്ക് വിളിക്കാൻ നിന്നോട് ആരാ പറഞ്ഞത്? ഈ ഫോണിൽ വിളിച്ചാലേ ഇപ്പൊ നിങ്ങളെ കിട്ടുമെന്ന് എനിക്കറിയാം സാർ. ഞാൻ നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വിളിച്ചതല്ല. നിങ്ങളുടെ ജീവൻ ആപത്തിലാണ്. നിങ്ങളുടെ പുറകിൽ ആരോ ഉണ്ട്. ഒരുപക്ഷെ നിങ്ങളെ മരണത്തിന് രക്ഷിക്കാൻ എനിക്ക് സാധിക്കും. എനിക്ക് നിങ്ങൾ നേരിട്ടൊന്ന് കാണണം, ഇപ്പൊ തന്നെ. എന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ നീ ആരാടാ? എന്റെ പേര് മാത്രമേ നിനക്കറിയൂ. ഈ ആന്റണിക്ക് എന്തെല്ലാം സാധിക്കുമെന്ന് നിനക്കറിയില്ല. ആന്റണി ഐസക് സാമ്യുൽ, റിട്ടയർഡ് കേണൽ ഐസക് സാമ്യുലിന്റെ ഒറ്റമകൻ. ജനനം 2579. അമ്മ പ്രജിത, റിട്ടയർഡ് ഹെഡ് സ്കൂൾ മിസ്ട്രസ്. എക്സ്പോർട്ടേഴ്സ് 4 ബ്രാഞ്ചുകൾ, 2 കേരളത്തിൽ, 1 ബാംഗ്ലൂർ, 1 കാലിക്കറ്റ്. ഓൾ ഇന്ത്യ ലെവലിൽ 6 കാർ ഷോറൂമുകൾ. കമ്പനിയുടെ ടോട്ടൽ ടേൺ ഓവർ 160 കോടി. ബാങ്കിലേക്കുള്ള തിരിച്ചടവ് 50 കോടി 65,70,791. Am I correct, Anthony? Your last 3 days on 17th, ഹൈക്കോടതി അഡ്വക്കേറ്റ് വിനയ് നമ്പ്യയുടെ ഭാര്യ ഗായത്രിക്കൊപ്പം ഹോട്ടൽ ബ്ലൂ മൂണിൽ വെച്ച് റൂം നമ്പർ 406. The next day, സാന്റാ മനക്കാട് മെഡിക്കൽ കോളേജ് സ്റ്റുഡന്റിനൊപ്പം കുമരകം ഹൗസ് ബോട്ടിൽ വെച്ച്. And now, with Lolita. Husband Peter died last year, right? മരിച്ചതോ അത് കൊന്നതോ? ശരി, ഞാൻ വരാം. നിങ്ങളിപ്പോൾ എവിടെയുള്ളത്?
ആംബുലൻസിൽ ഇറക്കി. നീ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവണം. ആരും വന്നാലും അവളെ കാണാൻ സമ്മതിക്കരുത്. ഞാൻ പെട്ടെന്ന് വരാം. ശരി, അത് ഞാൻ ഏറ്റു. ഓക്കെ. ഇവിടുത്തെ പേഷ്യന്റ് എവിടെ? ആൻഡ്രിയ പേഷ്യന്റ് ഷിഫ്റ്റ് ആയല്ലോ. ഇങ്ങോട്ട്. ഞങ്ങൾക്കറിയില്ല, ഡോക്ടറോട് ചോദിക്കണം. എവിടെ നോക്കിയിട്ടാണോ? ഡോക്ടർ, ഡോക്ടർ ആൻഡ്രിയ എവിടെ? താൻ എന്തായി കാണിക്കുന്നത്? അവളെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തേക്കണേ. പുറത്തിറങ്ങിക്കോ. സോറി ഡോക്ടർ. ആൻഡ്രിയ എവിടെ? അവരുടെ ബ്രദർ വന്നിരുന്നു. അയാളാണ് അവരെ ഷിഫ്റ്റ് ചെയ്യാൻ നിർബന്ധം പിടിച്ചത്. ചേട്ടാ ചേട്ടാ, ഒരു 10 മിനിറ്റ് ആയുള്ളൂ. ആംബുലൻസിലാ പോയത്. ആംബുലൻസ്? ഇവന് പരിചയമുള്ള എല്ലാരും കൊല്ലാണ്. ആൻഡ്രിയുടെ ഫോൺ എവിടെ? ബാഗില്. എടുത്തേ. ഓഫാണല്ലോ. നമുക്കൊന്ന് ഓൺ ചെയ്യാം അല്ലേ? It's coming, Andrea. The call we are waiting for. ഹലോ ഹലോ ആൻഡ്രിയ, നീ എവിടെയാ? അർജുൻ, ആൻഡ്രിയ എന്നോടൊപ്പം ഉണ്ട്. ആരാ നീ? ആരോ ഒരാൾ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആൻഡ്രിയയ്ക്ക് ഒന്നും സംഭവിക്കില്ല. അർജുന് കാണണ്ടേ അവളെ? പക്ഷെ അതിനു മുമ്പ് എനിക്ക് അർജുനെ ഒന്ന് കാണണം. സ്ഥലം പറയ്, ഞാനെത്താം. ലൊക്കേഷൻ ഞാൻ സെൻഡ് ചെയ്യാം. ഒരാളുടെ ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള അരമണിക്കൂർ, അതാണ് നിന്റെ കയ്യിലുള്ള സമയം.